ഹായ്, ഞാൻ എജി. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടൊക്കെ കുറഞ്ഞ് തണുപ്പൊക്കെ വന്ന് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ അതിൽ ഈർപ്പം കിട്ടൽ തുടങ്ങി. അപ്പോൾ ഇവിടെ മലപ്പുറത്തൊക്കെ നല്ല മഴയാണ്. 2 ദിവസം ഇനി നല്ല അടുപ്പിച്ചിട്ടുള്ള മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഓർക്കിഡിൻ്റെ ഒരു ഫ്ലവറിങ് സീസണാണ് ഇനി വരുന്ന മാസങ്ങളിൽ. അതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കുറച്ച് കെയറിങ് ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഓപ്പൺ പ്ലേസിലേക്കുള്ള ഓർക്കിഡ് ചെടി വെയിൽ കൊള്ളാൻ പാടോ മഴയെ കൊള്ളാൻ പാടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇതുവരെയുള്ള നല്ല ചൂടുള്ള ക്ലൈമറ്റിലും ഈ ഒരു ഓപ്പൺ പ്ലേസിൽ നിന്നിരുന്നു നമ്മുടെ ഈ ഒരു ഓർക്കിഡിൻ്റെ പൂമരൊക്കെ നിന്നിരുന്നത് കേട്ടോ. ഞാൻ മാറ്റി കൊടുത്തിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ മഴയത്തും ഞാൻ അവിടെ തന്നെ വെക്കണത്. നമ്മൾ അടുപ്പിച്ചിട്ട് നമുക്ക് 2-3 ദിവസമൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇടതുറയാത്ത മഴയൊക്കെ കാണുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും ചെയ്യുക. ചെടിക്ക് ചീച്ചലൊന്നുമില്ല. അതുപോലെ തന്നെ കാനലൊക്കെ വീഴുന്ന ഭാഗങ്ങളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമ്മുടെ ഈ ഫ്ലവറിങ്ങിൻ്റെ സീസണാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് വരാൻ പോണത്. അതിന് മുന്നായിട്ട് നമ്മളെ ഓർക്കിഡ് ചെടിയിൽ കുറച്ച് കെയറിങ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സീസണിൽ നിങ്ങളുടെ ഗാർഡനിങ്ങും നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു 2 മാസം നമ്മളൊരു ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്ത് ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. പൂക്കാറായിട്ടുള്ള മെച്ചോർഡ് പ്ലാന്റ്സിനൊക്കെ നമ്മൾ പൊട്ടാസ് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. പൊട്ടാസ് അടങ്ങിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറും നമുക്ക് പൂക്കാറായിട്ടുള്ള ചെടികളൊക്കെ കൂട്ടാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു സീസൺ വരുന്ന മുന്നേ തന്നെ നമ്മൾ മെച്ചോർഡ് ആയിട്ടുള്ള ചെടികളൊക്കെ ഇതുപോലെ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് അത് പൂക്കാനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു 2 മാസം ഇനി നല്ല മഴയൊക്കെ ഉണ്ടാവും. നമ്മൾ ഏപ്രിൽ മെയ് മാസത്തിൽ ഈ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല അടുപ്പിച്ചിട്ടുള്ള മഴയൊക്കെ ആയിരിക്കും. ആ മഴയും തണുപ്പും ഈർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് നമുക്ക് ആഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴാണ് നമ്മൾ ചെടികൾക്കൊക്കെ ചുറ്റുപുറം നല്ല തണുപ്പുള്ള അന്തരീക്ഷമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ ചെടികൾക്ക് നല്ലൊരു പച്ചപ്പും പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങും മെയിൻ്റനൻസ് എടുത്തിട്ടൊക്കെ ചെടികൾ തിരിച്ച് നല്ല ഹെൽത്തി ആയിട്ടുണ്ടാകും. ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ ചെടികൾക്കൊക്കെ നിറച്ച് മുട്ടുകൾ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് വസന്തകാലം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ ചെടികൾക്കും നിറയെ പൂമുട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ മാസത്തിൽ ഒരു 4 വട്ടമെങ്കിലും ഓരോരോ ഫെർട്ടിലൈസർ മാറി മാറി കൊടുക്കും. ഓരോ ഞായറാഴ്ച വെച്ചിട്ട് തന്നെ ഓരോ ഫെർട്ടിലൈസർ കൊടുക്കും. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് ഫെലനോപ്സിസിൻ്റെ പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ചെടിയുടെ വളർച്ച നോക്കിയിട്ട് തന്നെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുക. നമ്മൾ പൂക്കാറായിട്ടുള്ള ചെടികൾക്ക് മാത്രം നമ്മൾ പൊട്ടാസ് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ. അതല്ല നമുക്ക് വളർച്ച എത്തിയിട്ടുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെയാണ് അതായത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഞായറാഴ്ച നമുക്ക് ഒരു ഫെർട്ടിലൈസർ കൊടുക്കാം. പിറ്റേത് ഞായറാഴ്ച. അപ്പം നമുക്കൊരു കറക്റ്റ് ഒരു ഡേറ്റ് കിട്ടും. അപ്പോൾ ഒരു മാസത്തിൽ 4 ഞായറാഴ്ചയും ഓരോ ഫെർട്ടിലൈസർ മാറി മാറി കൊടുക്കാം. നമുക്ക് ഡയറക്റ്റായിട്ട് തേങ്ങാവെള്ളം ആണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അത് ഇതേപോലെ നമുക്ക് ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ല തേങ്ങാവെള്ളം 1 ഗ്ലാസ് പുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 3-4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെടിയിൽ ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മളെ വീട്ടിലും നമ്മൾ ചെറുപയർ, കടല, പിന്നെ അതുപോലെ ഉഴുന്നും പരിപ്പ് ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടാക്കാറുണ്ട്. ഗ്രീൻ പീസൊക്കെ അത് ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഇനി വേസ്റ്റാക്കി കളയണ്ട. അതൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഒരു ഞായറാഴ്ച നമുക്കിതുപോലെ ധാന്യങ്ങൾ ഉള്ള വെള്ളങ്ങൾ കൊടുക്കാം. അങ്ങനെ മാറി മാറി ഈ ഒരു 2 മാസം നമ്മൾ നന്നായിട്ട് ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് ചെടികളൊക്കെ നല്ല പെട്ടെന്നുള്ള ഗ്രോത്ത് കാണുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും ചെയ്യും കേട്ടോ. അങ്ങനെ പൂക്കാനുള്ള ഒരു സെറ്റപ്പിലാക്കി എടുക്കുക നമ്മളെ ചെടികൾ. പിന്നെ അതുപോലെ തന്നെ ഒരു വട്ടം നമ്മളിപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ആവുകയാണ്. അപ്പോൾ നമ്മൾ സാഫ് പോലത്തെ എന്തെങ്കിലും ഫംഗസൈഡ് അല്ലെങ്കിൽ സൂഡോമോണിസും പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു ഫംഗസൈഡ് നമ്മൾ മാസത്തിൽ 1 വട്ടം, ഇനി ഒരു മഴക്കാലമാകുമ്പോൾ നമ്മൾ ഒരു 2 വട്ടം നന്നായിട്ട് ചെടികൾക്കൊന്ന് അടിച്ചു കൊടുക്കുക.
ചെടികൾക്ക് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മൾ ചെടികൾക്ക് എന്തെങ്കിലും വല്ല ഫംഗസോ കീടബാധയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും നല്ലതാട്ടോ. പിന്നെ അതുപോലെ നല്ല മഴയത്തൊക്കെ ഇരിക്കുന്ന ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ പറ്റുന്ന ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കുക. പിന്നെ അതേപോലെ കാനൽത്തുള്ളിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും ചെടിയുടെ കൂമ്പൊക്കെ ചീഞ്ഞ് ചെടിയൊക്കെ ചീത്തയാവാനുണ്ട്. പിന്നെ അടുപ്പിച്ചിട്ടുള്ള മഴയൊക്കെ ഉണ്ടാകും, 2-3 ദിവസം ഇടതുറയാതെയുള്ള മഴകൾ കാണും. അപ്പോഴൊക്കെ നമ്മൾ ചെടികളൊക്കെ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള കുഞ്ഞു ചെടികളുണ്ടാവും. നമ്മൾ 1 ഇല 2 ഇല സ്റ്റാർട്ടിങ്ങിലും പിന്നെ ഒരു ചെടി വെച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് ഫെർട്ടിലൈസറാണ് നമ്മുടെ 19-19-19. ഈ 19-19-19 നമുക്ക് ഇതേപോലെ 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാംസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതും നമ്മുടെ ചെറിയ ചെടികൾക്കൊക്കെ കൊടുത്ത് ചെടികളൊക്കെ ഒന്ന്, ഞാൻ കുറച്ച് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ടായിരുന്നു പുതുതായിട്ട്, അതിനൊക്കെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് കോംബോ എക്സ്പെർട്ട് എന്ന ഒരു ജർമ്മൻ ബ്രാൻഡിൻ്റെ ഇതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെടികളാണെന്നുണ്ടെങ്കിൽ അതിന് വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസറുകൾ മാത്രം കൊടുക്കാം. പൂക്കാനുള്ള ചെടികൾക്ക് നമ്മൾ പൂക്കാനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫെർട്ടിലൈസർ നമ്മളപ്പോൾ ഒരു പോട്ടിങ് മീഡിയത്തിലും ഇലയിലും പിന്നെ അതേപോലെ നമ്മൾ ആ ഒരു ചെടി മൊത്തം നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാം. ഇനി മഴക്കാലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പോട്ടിങ് മീഡിയം നോക്കിയിട്ട്, പുറത്ത് നല്ല ഇതൊക്കെ ഈർപ്പൊക്കെ ഉള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം നനച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത് വെച്ചിട്ട് തന്നെ ചെടി നനച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു 19-19-19 നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരേ അളവിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഒരുപാട് മൂലകങ്ങളും ആവശ്യമാണ്. അതുപോലെ തന്നെ അതിനൊരുപാട് വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരുപാട് ധാതു ലവണങ്ങളും ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു 19-19-19 നമുക്ക് മെച്ചോർഡായിട്ടുള്ള പ്ലാന്റിനും അതുപോലെ തന്നെ പിന്നെ 2 ഇല മുതൽ സ്റ്റാർട്ടിങ്ങിലുള്ള നമ്മുടെ ചെറിയ പ്ലാന്റിനും നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചെടി അറിഞ്ഞിട്ട് തന്നെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആഴ്ച വെച്ചിട്ട് നമുക്ക് വളർച്ചക്കുള്ളതും പൂക്കൾക്കുള്ളതും മാറി കൊടുത്ത് നമ്മൾ ചെടികളൊക്കെ ഒന്ന് കെയറാക്കി എടുക്കുക. നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങിനും മെയിൻ്റെനൻസിനും അനുസരിച്ചിട്ടാണ് നമ്മൾ ചെടി തിരിച്ച് നമുക്ക് പൂക്കളായിട്ട് തരും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ഓർക്കിഡിൻ്റെ സീസണാണെന്ന് ഞാൻ പറഞ്ഞു, ആഗസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത്, പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഓർക്കിഡ് ചെടികൾ ആവശ്യത്തിന് നല്ല വെയിൽ വേണ്ട ചെടിയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വല്ലാതെ ഷെയ്ഡൊന്നുള്ള ഭാഗത്ത് കൊണ്ടുപോയി വെക്കാതിരിക്കുക. നല്ല വെയിലും പിന്നെ രാവിലക്കത്തെ ഒരു 12 മണി വരെയുള്ള വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ച് നല്ല വെളിച്ചും പിന്നെ അതുപോലെ തന്നെ നല്ല ഫെർട്ടിലൈസറും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ചെടിയാട്ടോ. നമ്മൾ പോട്ടിങ് മീഡിയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെടുത്തുള്ള പോട്ടിങ് മീഡിയത്തിൽ നമ്മൾ ഈ ഒരു ഓടിൻ്റെ കഷ്ണവും ചാർക്കോളുമാണ്. അതിൽ നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഫെർട്ടിലൈസറൊക്കെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഓർക്കിഡ് ചെടികളൊക്കെ ആ ഒരു ഓർക്കിഡിൻ്റെ സീസൺ ആകുമ്പോൾ തന്നെ ഇതുപോലെ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് ഒന്ന് ഒരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബായ്.